എല്ലാ മലയാളികൾക്കും വീണ്ടും ആർസി ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മളിവിടെ രണ്ട് പൈല് വെക്കുന്നുള്ളൂ. ഓക്കെ, ടു മെനി എനിക്ക് വെക്കാൻ പറ്റില്ല, ഒരുപാട് നീണ്ടുപോകും എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരെണ്ണം കൂടി വെക്കാം അല്ലേ? ഓക്കെ, ഫൈൻ. ഐ തിങ്ക് വൺ മോർ. സോ 3 piles ഹിയർ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനോട് ചോദിച്ച് വളരെ നല്ല മനസ്സോടുകൂടി ഇരുന്നിട്ട് ഇതിനകത്തുനിന്ന് ഒരു പൈല് സെലക്ട് ചെയ്യണം. ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ റെഡ് ക്യാൻഡിൽ, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ റെഡ്. ഇത് നമ്പർ 1, നമ്പർ 2 ദിസ് റോസ്, നമ്പർ 3 ദിസ് ക്യാൻഡിൽ. ഇത് റാൻഡായിട്ടും കറക്കിക്കുത്തായിട്ടും ഒന്നും എടുക്കരുത്. ഇൻഡ്യൂഷനോട് ചോദിച്ച് വേണം എടുക്കാനായിട്ട്. ഓക്കെ, അങ്ങനെ എടുക്കണം, അതാണ് ശരി. ഓക്കെ, അപ്പം നമുക്ക് പൈൽ നമ്പർ 1ലേക്ക് പോവാം. എന്താണ് നമ്മളിന്ന് നോക്കണേന്ന് പറയണ്ടേ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഞാൻ ഒറ്റ സെറ്റ് കാർഡ് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് എന്തു പറയാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ ഇവിടെ പറയുന്നു. എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ? വേണ്ട, നമുക്ക് തിരിച്ച് ചിന്തിക്കാം. ആദ്യം നമുക്ക് എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോഴത്തെ എനർജിയിൽ. ഓക്കെ, ഇപ്പോഴത്തെ എനർജിയിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഇനി അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ പേഴ്സണോട് പറയാനുള്ളത്? ഇത് രണ്ടും ആണ് ഒരു പൈലിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ പൈൽ നമ്പർ 1 ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ആരാണോ ഈ റെഡ് ക്യാൻഡിൽ സെലക്ട് ചെയ്തിട്ടുള്ളത് അവരുടെ പേഴ്സൺ അവരോട് എന്ത് പറയുന്നു? പൈൽ നമ്പർ 1. I saw something is open here. Yeah. Okay. Pile number 1. What is your person wants to tell you currently? Okay? Ippo. Allangil. What is this? Photograph. Okay. Okay. This person wants to tell you okay, wonderful energy. And what you are going to tell your person for pile number 1? What you are telling to your person? Okay. Your person is telling you എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത്? Can you please give me clarity? എന്താ കാര്യങ്ങളൊക്കെ എന്നോട് ഒന്ന് തുറന്നു പറയാമോ? സത്യത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ? എന്താണ് നടക്കുന്നത്? വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇതൊക്കെ ഒന്ന് തുറന്നു പറയാൻ പറ്റുമോ? ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഐ ലൈക്ക് യു. ഞാൻ അതിന് കൂടുതലൊന്നും പറയുന്നില്ല. ഐ ലൈക്ക് യു മൈ ഡാർലിംഗ്, അത്രേ ഉള്ളൂ. I'm watching your photographs.
അതായത് ഞാൻ നിങ്ങളുമായിട്ടുള്ള, അപ്പോൾ ഇത് ഓൾറെഡി ഉള്ള റിലേഷനാണ്. ഓക്കെ, ഈ ഓൾറെഡി ഉള്ള റിലേഷനിൽ ഞാൻ നിങ്ങളുടെ ഫോട്ടോസ് ഞാൻ വാച്ച് ചെയ്യുന്നു. ഫോട്ടോസ് വന്നാൽ നോട്ട് ലിറ്ററലി ഫോട്ടോസ് ആയിരിക്കണം എന്നില്ല, മെമ്മറീസ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ എടുത്ത് തുറന്നു നോക്കേണ്ട, അത് ഉറപ്പാണല്ലോ. അതേ സൺഗ്ലാസസ് ഫേസ്ബുക്ക് അക്കൗണ്ടോ ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് ഐ ആം ലുക്കിംഗ് അബൌട്ട് യു, ഞാൻ നിങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളും അല്ലെങ്കിൽ ബാക്കിയുള്ള നീ എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് പോകുന്നതെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. എനിക്കതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഐ എം ലവിങ് യു, ദാറ്റ്സ് ദ തിങ്. ആം എ ചേസർ, ഞാൻ ചേസ് ചെയ്യാണ് നിന്നെ വീണ്ടും. ഞാൻ എപ്പോഴും നിന്നെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് വാട്ട് ഈസ് മൈ ഇൻറ്റൻഷൻ ഇസ് പാരഡൈസ്. നമ്മുടെ തമ്മിലുള്ള നല്ലൊരു, അതായത് പാരഡൈസ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഫാമിലി ലൈഫാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട്. വാട്ട് യു ആർ തിങ്കിങ് നൗ. ഐ വോണ്ട് ടു ടോക്ക് ടു യു മോർ. വൈ? എനിക്ക് നിന്നോട് കൂടുതൽ സംസാരിക്കണം. ഞാൻ നിൻ്റെ മെസ്സേജസിനും കാര്യങ്ങൾക്കും ഇമെയിൽസിനും നിൻ്റെ ഫോൺ കോൾസിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം എന്താണ്? വൈ? ഐ വാസ് ഓർ യു, ഇതിൽ ആരെങ്കിലും ഒരാൾ ഇത്തിരി ഡോമിനൻ്റ് ക്യാരക്ടറോ അല്ലെങ്കിൽ ഒരു ഇത്തിരി നാർസിസ്റ്റ് പിടിവാശിയുള്ള ആളോ ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ളത് കൊണ്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ സെപ്പറേഷൻ വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്നുണ്ടെന്ന് ഒരു ചെറിയ സെപ്പറേഷൻ, ബ്രേക്കപ്പ് ഉണ്ട്, ഒരു സെപ്പറേഷൻ, സ്റ്റോപ്പ് പാറ്റേൺ. എന്നിട്ട് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാവും ഓൾറെഡി. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിക്ക് തോന്നുന്നത് വൈ യു ഡിഡ് ദാറ്റ്, എന്തുകൊണ്ടാണ് നീ എന്നെ സെപ്പറേറ്റ് ചെയ്ത് പോയത്. ബിക്കോസ് നൗ ഈവൻ ദോ ഞാൻ ഒരു നാർസിസ്റ്റിക് ക്യാരക്ടർ, ഡോമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ ആയിക്കോട്ടെ, ബട്ട് സ്റ്റിൽ ഞാനിപ്പോൾ ഒരു ബട്ടർഫ്ലൈ ആണ്. ഞാൻ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക്. അതായത് ഒരു പുഴുവിൽ നിന്നും ബട്ടർഫ്ലൈയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, അതാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് എന്നിൽ പ്രതീക്ഷ വേണം. ഞാൻ നിന്നെക്കുറിച്ചും എൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ഞാൻ മനസ്സിലാക്കി ഞാനത് റീബിൽഡ് ചെയ്യുകയാണ്. ഹാമർ. ഓക്കെ, ഞാനത് റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഇനിയൊരു പുതിയ ഡേറ്റ് വേണം. ആരുടെ? നിന്റെ. ഈ പറയുന്ന വ്യക്തിയുടെ ഒരു ഡേറ്റ് എനിക്ക് വേണം. എനിക്ക് നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ വോണ്ട് ടു ടോക്ക് ടു യു, ഐ വോണ്ട് ടു കോൾ യു, ഐ വോണ്ട് ടു message you, but I'm waiting your message, I'm waiting your call, and I'm waiting for your email. My darling, can you please do it for me? Well, then you have to do it. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ 1-ൽ നമ്മൾ കണ്ടത്. 1 നമ്മൾ മാറ്റി വെച്ചു കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ 1 മാറ്റി വെച്ചേ. നമുക്ക് തിരിച്ചു മറിച്ചും കിടന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പ്ലീസ്. ഓക്കെ, എനിക്കിതെന്താ വട്ടാണോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. കാരണം ഇതിങ്ങനെ റീസെറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി പണിയുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടി ഒന്ന് ഷഫിൾ ചെയ്ത് വെക്കാം. കാരണം വേറെ ആൾക്കാർക്ക് വേണ്ടി എടുക്കണമല്ലേ. ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി പാൽ നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ, ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് ഫ്ലവർ ആരൊക്കെയാണോ സെലക്ട് ചെയ്തിട്ടുള്ള അവരുടെ ആൾ സെൻറ്ററിൽ വെക്കട്ടെ. അവരുടെ ആൾക്ക് വാട്ട് ഈസ് യുവർ പേഴ്സൺ ഈസ് വോണ്ട് ടു ടോക്ക് ടു യു. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്ത് സംസാരിക്കാണ്ടെന്ന് നോക്കാമല്ലോ. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. ഇതൊക്കെ കറൻറ്റ് എനർജിയാണ് കേട്ടോ, ഇപ്പോഴുള്ള എനർജിയാണ് ഈ എനർജികൾ. ആഹാ. ഓക്കെ, വാട്ട് ഈസ് യുവർ പേഴ്സൺ ഈസ് ടോക്കിംഗ് ടു യു മൈ ഡാർലിംഗ്. എന്താണ് യുവർ പേഴ്സൺ വാണ്ട്സ് ടു ടോക്ക് ടു യു. Well, clock. Okay, got it.
All right. For you, what you are telling to this person. Okay. That's not good. Oh my God. What is this? Like this. Okay. So no, we can take like this. Doesn't matter. I have to check. What is this energy? Oh, okay. 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 One more. Because you are little bit. Okay. So, what is your person is telling you? We are in separation, my darling. I know. നമ്മളിപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്, എനിക്കറിയാം. ഓക്കെ, പക്ഷെ എനിക്ക് നിന്നോട് പറയാനുള്ളത്, can you please take some healthy choices? അപ്പം നിങ്ങൾക്ക് ഹെൽത്തി ചോയ്സസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആൾക്കറിയാമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഹെൽത്തി ചോയ്സസ് ഉണ്ടായിരുന്നില്ല. ക്യാൻ യു പ്ലീസ് നിങ്ങൾ ഹെൽത്തി ചോയ്സസ് ജീവിതത്തിൽ തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. യു സെഡ്യൂസ്ഡ് മീ. സെഡക്ഷൻ, സെഡ്യൂസ് എന്ന് പറഞ്ഞ വാക്കിന് മലയാളം വാക്ക് ഞാൻ പറയില്ല. നിങ്ങൾ ഡിക്ഷണറി നോക്കി നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. എനിക്കത് പറയുമ്പോൾ ശരിയാവില്ല, അതുകൊണ്ടാണ്. സെഡ്യൂസ്, സെഡക്ഷൻ. ഐ ഹാവ് ലോട്ട് ഓഫ് അട്രാക്ഷൻ ടുവേർഡ്സ് യു എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് വളരെയധികം ആകർഷണമുണ്ട്. എനിക്കുണ്ട്, ഉണ്ടായിരുന്നു, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഐ വോണ്ട് ടു സെഡ്യൂസ് മീ എന്ന് പറഞ്ഞാൽ ഐ വോണ്ട് ടു ഗെറ്റ് സെഡ്യൂസ് ഓർ അതായത് ഒന്നില്ലെങ്കിൽ ഈ വ്യക്തിക്ക് സെഡ്യൂസ് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആളെ ഓൾറെഡി സെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഈ സെഡ്യൂസ് എന്ന വാക്ക് എന്താണെന്ന് you have to find it from Google. Okay, but I have to tell you, that's why. Cassette, ഞാൻ നിന്നെക്കുറിച്ച് നിൻ്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. നിൻ്റെ ഫോട്ടോസ് കാണാണ്, നീ അയച്ച വീഡിയോസ് കാണാണ്. അങ്ങനെ നല്ല മെമ്മറീസ് ഒക്കെ ഞാൻ റിവൈൻഡ് ചെയ്യുകയാണ് മൈ ഡാർലിംഗ്. അതാണ് പറയുന്നത്. ഹാർട്ട് വിത്ത് എ കീ. എനിക്ക് നിന്നോട് അതിയായിട്ടുള്ള പ്രണയം. ലവ് മീൻസ് പ്രണയമാവാം. ഹിയർ ഇറ്റ് ഈസ് വെൽക്കമിങ് ലവ്, മീറ്റിംഗ് ദ വൺ, ഓപ്പൺ ദ ഹാർട്ട്, ഗെറ്റിംഗ് ടുഗെദർ, പെർഫെക്റ്റ്. ഐ എം തിങ്കിങ് ദാറ്റ് യു ആർ പെർഫെക്റ്റ്, ദ വൺ ഫോർ മീ. ദ വൺ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി മാത്രം ജനിച്ചയാൾ എന്ന് കണക്കാക്കുന്ന ഒരാൾ. ഐ വോണ്ട് ടു മാരി യു. എൻഗേജ്മെന്റ് റിംഗ്. Clock, timing is apart from us, from you, from me. What time? സമയം നമ്മളെ തമ്മിൽ പിരിച്ചു, പക്ഷെ നമ്മൾ തമ്മിൽ ഒന്നായി ജീവിക്കണം എന്ന് എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചുരുക്കം. അതാണ് എൻ്റെ വെള്ള ചുരുക്കം. ഓക്കെ, ഇനി ഈ പേഴ്സൺ ഇതെന്തുകൊണ്ടാണ് ഈ ഹെൽത്തി ചോയ്സസും ഈ സെപ്പറേഷനും വന്നതെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കട്ടെ. ഇത് നിങ്ങളാണ് ഇനി എടുക്കാൻ പോണത്. കീസ് ഓൺ എ റിംഗ്. ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കാളും കൂടുതൽ പ്രാധാന്യം വീട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടാവും. മനസ്സിലായോ? വീട്ടുകാർക്കും കൂട്ടുകാർ പറയുന്നതും വീട്ടുകാർ പറയുന്നതും അല്ലെങ്കിൽ നാത്തുമാർ പറയുന്നതും അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെൺപിള്ളേരോ ആൺപിള്ളേരോ ഉണ്ടായി കാണും. അല്ലെങ്കിൽ ജോലിക്ക് ഈ വ്യക്തിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ജോലിക്ക് കൊടുക്കണം. എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ മാസ്ക് ഇരിക്കുന്നുണ്ട്. മാസ്ക് എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമല്ല പുറത്തേക്ക് കാണിക്കുക. അപ്പോൾ സ്നേഹം ഉള്ളിലുണ്ടായിട്ട് ചിലപ്പോൾ നിങ്ങളത് കാണിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ,
അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെന്നുള്ളത് മറച്ചു പിടിക്കുന്നുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ദൈവദോഷം ഉണ്ടാ ചെയ്യരുതേ. ഓക്കെ. പക്ഷേ ഇങ്ങനെയൊക്കെ എനിക്കൊരു സ്വഭാവം ഉണ്ടായതുകൊണ്ടാണ് ഗ്രീൻ റീപ്പർ നമ്മൾ തമ്മിലൊരു എന്തുണ്ടായത്, ബ്രേക്കപ്പ് ഉണ്ടായത്. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ തമ്മിലൊരു വിടവ്. അതിൽ ഞാനിപ്പോൾ ദുഃഖിക്കുന്നുണ്ട്, ഹാർട്ട് ബ്രോക്കൺ. പക്ഷെ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് സെൽഫ് ഇൻ്റലിജൻസ് ആയിട്ട് ഇരിക്കണം. എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കണം. ബട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ കാണിക്കണം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര ഇതാണ്, സംഭവമാണ്, നീ ഇല്ലെങ്കിൽ എനിക്ക് ഒരു കോപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഹാർട്ട് ബ്രോക്കൺ ആണ്. ഞാൻ നിന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. എങ്ങനെ, ഏതൊക്കെ വഴിയിൽ എനിക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നോ അതിൽ കൂടെയൊക്കെ ഞാൻ വാച്ച് ചെയ്യണമെന്ന് വെച്ചാൽ നിന്റെ ഫോട്ടോ നോക്കുന്നുണ്ടാവും, നിന്റെ ആൽബം നോക്കണം, വീഡിയോ നോക്കുന്നുണ്ടാവും, ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ചെക്ക് ചെയ്യുന്നുണ്ടാവും. വാട്ട് എവർ ഇറ്റ് ഈസ് ഓൾ ഗോയിങ് ത്രൂ. അതാണ് കാണുന്നത്. പക്ഷേ നിനക്ക് എന്നിൽ പ്രതീക്ഷ വേണം കേട്ടോ. നീ എന്നിൽ പ്രതീക്ഷ വെക്കണമെന്ന്, അതാണ് ഞാൻ പറയണത്. കണ്ട പാം ട്രീ ഞാനിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇതിൽ ഞാൻ പ്രതീക്ഷ വെച്ച് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്നോടൊരു വാക്ക് പറയണം. ടൈം അപ്പാട്ട് എനിക്ക് മനസ്സിലായി, പക്ഷെ നീ എന്നോടൊരു വാക്ക് പറയണം. ഓക്കെ. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ബോട്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വരികയാണ്, അല്ലെങ്കിൽ നീ എന്നിലേക്ക് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കം ഡാർലിംഗ് കം. ഈ കാര്യം റിവേഴ്സും സംഭവിക്കാം കേട്ടാ. ഈ കാര്യം റിവേഴ്സ് സംഭവിക്കാം. അതെങ്ങനെയാണെന്നറിയോ? ഈ പേഴ്സണാണ് ഇത് ഇങ്ങോട്ട് പറയണത്. അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സണായിരിക്കും ഓപ്ഷൻ ഉണ്ടാവുക, മാസ്ക് ഉണ്ടാവുക. അപ്പോൾ നീ ആ മാസ്ക് എടുത്ത് മാറ്റ്, ഓപ്ഷൻ എടുത്ത് മാറ്റ് എന്ന് പറയുന്നുണ്ടാവും. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മുടെ ഇതുകൾ തിരിഞ്ഞു പോയെന്നും പറയുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ രണ്ട് ഭാഗത്തുണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒരാളെ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റണം. മനസ്സിലായല്ലോ? ഇപ്പം മനസ്സിലായി കാണും ചേച്ചിയേ. ചേച്ചി ഞങ്ങൾക്ക് മനസ്സിലായി. ഇത് തന്നെയാണ് ഞങ്ങൾ ഇത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. ഞാൻ ഇന്നലെ വിചാരിച്ചത് ഇങ്ങനെ തന്നെ വരുള്ളൂ എന്ന്. ഇത് തന്നെയാണ് കാര്യം. ഈ സെഡ്യൂസ് ഒന്നും കാണുമ്പോൾ ഇപ്പോൾ വലിയ സംഭവമൊന്നും വിചാരിക്കണ്ട. ഇന്റർനെറ്റിൽ നോക്കുക. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ മനുഷ്യരുടെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ, അതൊന്നും വലിയ സംഭവമൊന്നുമില്ല. സോ പക്ഷെ എനിക്കിത് പൊതുവേദിയിലൊന്നും പറയാൻ പറ്റില്ല. സോ ദാറ്റ്സ് ഓൾ ഇറ്റ് ഈസ്. ഓക്കെ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയില്ല. സോ ദാറ്റ്സ് നോർമലി ബയോളജിക്കൽ തിങ്സ്. ആൻഡ് എനിക്കറിയാം കേരള ഇസ് ഡിഫറെൻറ്റ്. അങ്ങനെ പറയാനേ എനിക്ക് പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ പായൽ നമ്പർ 2 കഴിഞ്ഞ് നമ്മുടെ ഹാപ്പി ആയിട്ട് ഞാൻ എൻ്റെ ഫ്ലവർ തിരിച്ചു വെച്ചു. പായൽ നമ്പർ 3 ബ്യൂട്ടിഫുൾ ഗ്രീൻ ക്യാൻഡിൽ. ഓക്കെ. എന്താണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് നോക്കാമല്ലോ. നിങ്ങൾക്കും ക്യൂരിയോസിറ്റി ഉണ്ട്, എനിക്കും ക്യൂരിയോസിറ്റി ഉണ്ട്. ഓക്കെ. നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞില്ലെങ്കിലും എൻ്റെ വ്യൂവേഴ്സ് ആയിട്ടുള്ളവർക്ക് നല്ലത് വരണമെന്നാണല്ലോ ഞാൻ ആഗ്രഹിക്കുക. എന്തുണ്ട് ഗിഡിയെ എന്ന് ചോദിക്കാനല്ലല്ലോ, എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കാനാണ് നമുക്ക് ആഗ്രഹം. നന്നായിട്ടിരിക്കണം എന്നാഗ്രഹം. ഇതും സെയിം ആണല്ലോ കർത്താവ് പറഞ്ഞേ? അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ. കറക്റ്റ്. പോരാ. കിട്ടിയതൊന്നും എനിക്ക് പോരാ. ഇതൊന്നും എനിക്ക് ഇത്രയും സ്നേഹമൊന്നും എനിക്ക് കിട്ടിയ പോരാ. ഇതൊന്നും ഞാൻ തരുന്നതനുസരിച്ച് നീ എനിക്ക് തരുന്നില്ല, അല്ലെങ്കിൽ നീ നോട്ട് ഇനഫ്. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. കൂടുതലൊന്നും എനിക്കിപ്പോൾ പറയാനില്ല. മനസ്സിലായോ? വാട്ട് യു ആർ ടെല്ലിങ് ടു ദിസ് പേഴ്സൺ. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ. ഓ മൈ ഗുഡ്നെസ്. ഇതെങ്ങനെ എടുക്കണേ? ഒന്നും കൂടി എടുക്കണം, കാരണം അതിൽ മറിഞ്ഞു കിടന്നത്. ഓക്കെ. വരാനുള്ളതാണെങ്കിൽ വീണ്ടും വരും. ചേട്ടന് വരാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ ചേച്ചിക്ക് വരാനാണ് ആഗ്രഹം, വരില്ലേ? ഞാൻ തടഞ്ഞു നിർത്തിയാൽ പോവോ? നോ, കനോട്ട്. ഞാനൊരു ഗോഡൊന്നുമില്ല. ഐം ജസ്റ്റ് ഡൂയിങ് വാട്ട് ഐ എം ഗെറ്റിങ്. ഓക്കെ. അത്രയേ ഉള്ളൂ. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക, അത്ര എനിക്ക് ഉദ്ദേശമുള്ളൂ. എൻ്റെയൊക്കെ കാലത്ത് എനിക്ക് പിന്നെ അങ്ങനെ എന്നോട് ആർക്കും അങ്ങനെ പ്രണയം തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആർക്കൊന്നും പറ്റിയിട്ടുമില്ല. വാട്ടെവർ. ഓക്കെ. എൻ്റെ ദൈവമേ, ഈ പിള്ളേരൊക്കെ എന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവാത്തേട്ടാ. ഇതൊക്കെ എന്താണ് നിങ്ങളിങ്ങനെ? ഓക്കെ. ആദ്യം നിങ്ങളുടെ പേഴ്സണൽ കാര്യം പറയാം. നമ്മളിപ്പോൾ മാനസികമായിട്ട് ചെറിയ അകർച്ചയിലാണ്. എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാം. അതാണത്.
ഞാൻ നിന്നെക്കുറിച്ച് ആലോചിക്കുകയും മെമ്മറൈസ് ചെയ്യുകയും ഫോട്ടോ കാണുകയും വീഡിയോ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ റിലേഷൻഷിപ്പ് അവസാനിച്ചു, പക്ഷെ പുതിയത് വീണ്ടും തുടങ്ങണം. ഇത് അവസാനിക്കുന്നത് പുതിയത് തുടങ്ങാൻ വേണ്ടിയിട്ടാവണം എന്ന് നിങ്ങളുടെ ആള് നിങ്ങളോട് പറയാം. എനിക്ക് നിന്നെ മാരി ചെയ്യണം, എൻഗേജ്മെൻറ്റ് റിങ്. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി മാരി ചെയ്ത ആളായിരിക്കും ഈ സെപ്പറേഷനിലുള്ളത്, എന്നിട്ടായിരിക്കും വാച്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിലും എനിക്ക് മാരേജ് തിരിച്ചു വരണം എന്ന ആഗ്രഹമുണ്ട്. എൻ്റെ മനസ്സിപ്പോൾ ഭയങ്കരമായിട്ട് വേദനിക്കുകയാണ്, അതിൻ്റെ ഒപ്പം തന്നെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I want you to seduce me or you seduced me. നിങ്ങൾ ഒന്നില്ലെങ്കിൽ എന്നെ സെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സെഡ്യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇത് അർത്ഥം നിങ്ങൾ ഗൂഗിളിൽ നോക്കുക. I'm not enough. ഇത് I'm not enough എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഇനഫ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ എടുക്കാം. ഒന്നില്ലെങ്കിൽ ഞാൻ നിനക്ക് പോരാ എന്നൊരു ചിന്ത, അതല്ലെങ്കിൽ ഈ വ്യക്തി കൊടുത്ത സ്നേഹം എനിക്ക് പോരാ എന്ന് ചിന്തിച്ചിട്ട് നീ തന്നത് ശരിയായിട്ടാട്ടെ, ഞാൻ ഒരുപാട് കാലം ഇഷ്ടപ്പെട്ടതല്ലേ, സ്നേഹിച്ചതല്ലേ, നീ എനിക്ക് ശരിയായിട്ടൊന്നും തിരിച്ചു തന്നില്ല, അതെന്നെ വേദനിപ്പിച്ചു എന്ന് പറയുന്നതാവാം. അല്ലെങ്കിൽ ഞാൻ ഇത്രയും നിനക്ക് പോരാത്തൊരാളായിരിക്കും, പക്ഷെ സ്റ്റിൽ ഐ എം ലവിങ് യു. I have lots of love kisses. lovely, lovely, lovely kisses. Love. Unconditional love. That means whatever you are doing to me, I'm not caring about that. I'm still loving you unconditionally. There is no physical. This physical distance means ശാരീരികമായിട്ടുള്ള അകലം will not make any difference in our relationship. That means ഒരു കാരണത്തിലും ഒരു ഡിഫറൻസും നമ്മുടെ ജീവിതത്തിൽ വരുത്തുകയില്ല. അതാണ് unconditional love. I'm always kissing you. I'm thinking to kiss you. But I'm coming towards you. I want to come. Please understand. Please, 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 please. Here. Mirroring you, that means ഇവിടെ എന്തൊക്കെയാണോ എനിക്ക് ഫീൽ ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യണത്. ഇതെടുത്ത് ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് മിററിൽ വെച്ചാൽ എങ്ങനെ ഇരിക്കും? അത് തന്നെയല്ലേ ഫീൽ ചെയ്യണേ, അത് തന്നെയാണ് ഈ മനുഷ്യനും ഫീൽ ചെയ്യണത്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യണത്. ഇനി ഇവിടെ എന്താണ് നോക്കാം, എനിക്ക് നിന്നോട് ഒരു പ്രത്യേക ഒരു ചാമിങ്, ഐ വോണ്ട് ടു ചാം യു. ഇത് സെഡ്യൂസിന്റെ വേറൊരു ഭാഗമാണ് അത് കേട്ടാ. സ്നേക്ക് കണ്ട, സ്നേക്ക് എന്ന് പറഞ്ഞ ഒരു സെക്ഷുവൽ ഇതൊക്കെയാണ് കാണിക്കണേ. അറ്റ് ദ സെയിം ടൈം കുറച്ച് മലീഷ്യസ് ആയിരിക്കും, അറ്റ് ദ സെയിം ടൈം കുറച്ച് ക്ലവർ ആയിരിക്കും. അങ്ങനെയാണോ എന്ന് നിങ്ങൾക്കറിയോ? എനിക്കറിയില്ല. അപ്പം ഈ പറയുന്ന സെഡക്ഷനും ഈ പറയുന്ന സ്നേക്ക് രണ്ടുപേരും മിററാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഓക്കെ എനിക്ക് ലോഡ് ഓഫ് പാഷൻ ഉണ്ട്. ഈ പാഷൻ എന്ന് പറഞ്ഞാൽ എവറിത്തിങ്. അതാണ് സൺഗ്ലാസസ്. ഞാനും നിന്നെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, നീ ഇവിടെ കാസറ്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ ഗ്ലാസും വെച്ച് നോക്കിക്കൊണ്ടിരിക്കണം. രണ്ടും സെയിം തന്നെയാണ്, മനസ്സിലായ? നീ എനിക്ക് കിസ്സുകൾ കഴിക്കുമ്പോൾ ഞാനിവിടെ നിന്നെ ചേസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നിനക്കത് മനസ്സിലാവണില്ല. അതാണ് ദാറ്റ് ഈസ് ദ തിങ്. ഞാൻ വാട്ടെവർ നമ്മുടെ ഈ പ്രശ്നത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാനതൊക്കെ റീബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് മനസ്സിലാവണില്ല എന്ന് എനിക്ക് തോന്നണേ. അപ്പം ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരാൾ കയറിയിട്ട് ഇടാ കൈ കൊടുക്കടി എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ എന്നാണ് ഈ പറയണത് എൻ്റെ അർത്ഥം. ഓക്കെ, സ്റ്റാബ്ഡ് ഇൻ ദ ബാക്ക്, അതാണ് പ്രശ്നം. ഒന്നില്ലെങ്കിൽ ഈ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്റ്റാബ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ സ്റ്റാബ് ചെയ്തതെന്ന് നിങ്ങൾക്കൊരു കുറ്റബോധമുണ്ട്. ഇതിലെന്തോ സംഭവിച്ചിട്ടുണ്ട്, അതാണ് ഈ സംഭവം വന്നത്. മനസ്സിലായോ? പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ മാസ്ക് ഇട്ട് നടക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിന്നോട് നല്ല സ്നേഹമുണ്ട്, നല്ല ഇതൊക്കെ ഉണ്ട്. എനിക്കൊരു ചെറിയ മാസ്ക് ഉണ്ട്. അതെന്താ പണ്ടുണ്ടായിരുന്ന സംഭവമായിരിക്കും ഈ സ്റ്റാബ്ഡ് ബാക്ക്. അല്ലെങ്കിൽ ശരിക്കും കാണിക്കുന്ന നല്ല സ്നേഹം കാണിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി മാസ്ക് ഇടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടാവും ആൾക്ക്. അതിന് കാരണം എന്ന് വെച്ചാൽ ശരിക്കും സ്നേഹമുള്ളത് കിസ്സസ് ഒക്കെ മനസ്സിൽ മാത്രം കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലായിരിക്കും, പുറത്തേക്ക് കാണിക്കണ്ടാവില്ല. ഈ വ്യക്തിയോടെ നിങ്ങളോട് പുറത്തേക്ക് കാണിക്കണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കണ്ടാവില്ല. ഇതിലേതോ ഒന്നാണ്. എനിക്ക് നിന്നോട് അതിയായ സ്നേഹമുണ്ട്. കണ്ട, ആരോ വെച്ചിട്ട് ഇങ്ങനെ ഇടില്ലേ? അതാണ്
ഹാർട്ട് ബ്രോക്കൺ. ഞാൻ ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആയിട്ടിരിക്കുകയാണ്. ഈ സെയിം അവസ്ഥ തന്നെയാണ് ഇവിടെയും. നിങ്ങളത് മനസ്സിലാക്കുക. സോ മിററിങ് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ സെയിം, വേറെ ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ്. അപ്പം നമ്മുടെ 3 പായലും കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇന്ന് മലയാളികൾക്ക് എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നവർക്ക് ഇന്നൊരു ഹാപ്പി ഡേ ആവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇതുപോലത്തെ വീഡിയോ ഇടാം. എപ്പോഴും എല്ലാ ആഴ്ചയൊന്നും ഇടാൻ പറ്റില്ല, പക്ഷേ ഇടയ്ക്ക് നമുക്കിടാം. എപ്പോഴും ഇട്ട് കഴിഞ്ഞാൽ ബോറിങ്ങാണ്, മനസ്സിലായോ? എല്ലാത്തിനും ഒരു ലിമിറ്റൊക്കെ ഇല്ലേ. ഇനി ആസ്ട്രോളജി ക്ലാസ്സുകളുണ്ട്, അതെല്ലാവരും കാണണം കേട്ടോ. അതൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. എപ്പോഴാണ് ഏത് ജീവിതത്തിൽ ഏത് കാര്യം, ഞാൻ ഈ ക്രിമിനോളജിയും ക്രിമിനൽ ജസ്റ്റിസും ഒക്കെ പഠിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് ടാരോ കാർഡ് റീഡും ചെയ്തുകൊണ്ട് വേറെ പ്ലാറ്റ്ഫോമിൽ സൈക്കിക് റീഡറായിട്ട് വർക്ക് നമുക്ക് ലൈഫ് പോകുന്ന രീതി അതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. ഏതാ നമുക്ക് ഉപകാരപ്പെടാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ടോക്ക് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിക്ക് ഒരു ടോക്ക് കേട്ട ഒരു സെൻറ്റൻസ് കേട്ടിട്ടായിരിക്കും ചിലപ്പോൾ സംതിങ് ഡിഫറൻസ് ഫീൽ റൈറ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ട് ഒക്കെ ഇരിക്കുക. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുപോലെ ആഗ്രഹിക്കുക. മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.